LBSന്റെ ഈ വർഷത്തെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, LBS എന്ന് പറയുന്നത് BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൻ്റെയും അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന അസോസിയേഷനാണ്. ഇതിലൂടെയാണ് ആപ്ലിക്കേഷനൊക്കെ രജിസ്റ്റർ ചെയ്ത് അലോട്ട്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. BSc നഴ്സിംഗും പിന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കും കൂടെ ഒറ്റ സിംഗിൾ ആപ്ലിക്കേഷൻ വഴിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ BSc നഴ്സിംഗിന് മാത്രമല്ല, ഇതിലൂടെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിന് നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 11-ാം തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 2-ാം തീയതിയാണ്. പലർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എവിടെയാണ് ചെയ്യേണ്ടതെന്ന്. ഓൺലൈനായിട്ടാണോ അല്ലാതെയാണോ എന്നൊക്കെ. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. LBS സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യണം. ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ 800 റുപ്പീസും SC/ST കാറ്റഗറിക്കാണെങ്കിൽ 400 റുപ്പീസും പിന്നെ സർവീസ് കോട്ട കാൻഡിഡേറ്റ്സിന് 800 റുപ്പീസുമാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ടും ആപ്ലിക്കേഷനിൽ നിന്നും കിട്ടുന്ന ചെല്ലാൻ യൂസ് ചെയ്ത് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് വഴിയും പേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റും കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷൻസ് ഇപ്പോഴേ വയ്ക്കേണ്ടതില്ല. അതിന് പ്രത്യേകം സമയം തരുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റൊക്കെ വന്നതിന് ശേഷമാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ടൈം തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് അല്ലെങ്കിൽ കോളേജസ് വച്ച് കൊടുക്കാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ BSc നഴ്സിംഗിനും അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിനും കൂടെ ഒറ്റ സിംഗിൾ ആപ്ലിക്കേഷനിൽ കൂടെയാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിനും ഇതിലൂടെ ഓപ്ഷൻസ് വച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. BSc നഴ്സിംഗിന് പുറമെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് ആയിട്ടുള്ള BSc MLT, അതായത് മെഡിക്കൽ ലാബ് ടെക്നോളജി, പിന്നെ BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BCVT, BASLP, BOT, BSc ഡയാലിസിസ്, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, ഇത്രയും കോഴ്സസാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിൽ BPT എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയാണ്. BCVT എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജിയാണ്. BASLP എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയാണ്. BOT എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിയാണ്. ഇത്രയും കോഴ്സസാണ് LBSൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങളുടെ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. SC ആണോ ST ആണോ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആണോ എന്ന് കൃത്യമായിട്ട് തന്നെ അവിടെ ഫില്ല് ചെയ്യണം. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവൂ. ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന്. അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവൂ. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് LBSൻ്റെ സൈറ്റിലോട്ട് പോകുക. ടോപ്പിൽ 3 ലൈൻസ് കാണും. അവിടെ നിന്ന് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ SC ST അല്ലെങ്കിൽ EWS പോലെയുള്ള എന്തെങ്കിലും റിസർവേഷൻസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ റിസർവേഷനിലോട്ട് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. സോ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കൂടെ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ LBSൻ്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ചെക്ക് ചെയ്ത് നോക്കുക. പ്രോസ്പെക്ടസ് എടുക്കാനായിട്ട് LBSൻ്റെ സൈറ്റിൽ പ്രോസ്പെക്ടസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഉറപ്പായിട്ടും അത് ചെക്ക് ചെയ്ത് നോക്കണം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ അത് വായിച്ച് നോക്കുക. പിന്നെ ഇവിടെ കുറച്ച് നോട്ടീസും പ്രസ് റിലീസും പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി കാറ്റഗറി റിസർവേഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. SC BC OEC കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജ്യോതി ആവശ്യത്തിനും കേന്ദ്ര ആവശ്യത്തിനുള്ളതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായോ നൽകുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ 30, 2025 ശേഷമുള്ള സർട്ടിഫിക്കറ്റുകളെ ആക്സെപ്റ്റ് ചെയ്യൂ. അടുത്തത് SC ST കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തഹസിൽദാരിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റാണ് വാങ്ങേണ്ടത്. ജൂൺ 30, 2023 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യൂ.
വിദ്യാർത്ഥികളുടെ ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ല എങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായി പരിഗണിക്കുന്നതാണ്. പിന്നെ EWS കാറ്റഗറി ആണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ കൃത്യമായിട്ട് തന്നെ ആനുവൽ ഇൻകം മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആനുവൽ ഇൻകത്തിൻ്റെ ലിമിറ്റ് വരുന്നത് 4 ലക്ഷം രൂപ വരെയാണ്. 4 ലക്ഷമോ അല്ലെങ്കിൽ 4 ലക്ഷം രൂപയ്ക്ക് താഴെയോ ആയിരിക്കും നിങ്ങളുടെ ആനുവൽ ഇൻകം. ഫിനാൻഷ്യൽ ഇയർ 2025-26 സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ AAY ഓർ PHH സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റും LBSൻ്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ആ ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള മുസ്ലിം ഓർ ക്രിസ്ത്യൻ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നതിനായി നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ പെടാത്തവരാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും സമുദായം അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ബേസിൽ റിസർവേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ NRI കോട്ടയിലോട്ട് പരിഗണിക്കുന്നതിന് വേണ്ടി അപേക്ഷകർ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ NRI സ്പോൺസർ സർട്ടിഫിക്കറ്റ്, സ്പോൺസറുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, റവന്യൂ അധികാരികളിൽ നിന്നും ലഭിച്ച റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതും മറ്റ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ആ സർട്ടിഫിക്കറ്റുകളെല്ലാം അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഹാജരാക്കേണ്ടതുമാണ്. നിങ്ങളുടെ SSLC അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റുകളിൽ നിങ്ങളുടെ ജാതി കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടുന്ന ജാതി സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങൾ SC അല്ലെങ്കിൽ ST കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ തഹസിൽദാർ തരുന്ന ജാതി സർട്ടിഫിക്കറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത്. ഇനി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ള അപേക്ഷകർ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഫിഷറീസ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ ഒരു റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ളവർ ആ ഒരു കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ UDID കാർഡ് അല്ലെങ്കിൽ ഡിസേബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷാ സമർപ്പണ വേളയിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മിനിമം 40% ഡിസേബിലിറ്റി ഉള്ള അപേക്ഷകരെയാണ് ഈ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നത്. ഇനി സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് സഹിതം സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുമ്പായി അയച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നതല്ല. NCC കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് NCC കേഡറ്റായി എൻറോൾ ചെയ്ത് NCC യൂണിറ്റ് ഓഫീസ് മുഖേന ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NCC കേരള PB നമ്പർ 2212 തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുമ്പായി അയച്ചു കൊടുക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം NCC കോട്ട സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുന്നതല്ല. പിന്നെ ബാക്കി എന്തെങ്കിലും കാറ്റഗറി റിസർവേഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ LBSൻ്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിലുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക LBSൻ്റെ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കഴിയുന്നതിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടത്തുള്ളൂ. ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റിയാണ് ആദ്യത്തേത് ജനനമാണ്. നിങ്ങളൊരു ഇന്ത്യൻ കാൻഡിഡേറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ കേരളൈറ്റ് ആയിരിക്കണം, കേരളത്തിൽ ജനിച്ച ഒരാളും കൂടെ ആയിരിക്കണം. പിന്നെ നോൺ കേരളൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ BSc നഴ്സിംഗ്, BSc MLT, ഒപ്റ്റോമെട്രി തുടങ്ങിയ ബാക്കിയുള്ള എല്ലാ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിനും കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി പരീക്ഷയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അംഗീകരിക്കപ്പെട്ട പരീക്ഷ പാസ്സായിരിക്കണം. CBSE ICC സ്റ്റുഡൻസിനൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. +2 സയൻസ് സ്ട്രീം ആയിരിക്കണം. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയത്തിനും സെപ്പറേറ്റ് ആയിട്ട് 50% മാർക്ക് വേണം. പിന്നെ ഈ 3 വിഷയവും പാസ്സായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 50% എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ്. എന്ന് വെച്ചാൽ 50% ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് മാത്രമാണ് അതിൻ്റെ മീനിങ്. അല്ലാതെ അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് ചെയ്യാൻ പറ്റത്തില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ധാരാളം ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് വരും ഇതിൽ പറയുന്നതായിരിക്കും. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. BSLP കോഴ്സിൻ്റെ ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ അതിന് പകരം മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ സൈക്കോളജിയോ ഇലക്ട്രോണിക്സോ ഈ വിഷയങ്ങൾക്ക് 50% ഓരോന്നിനും മാർക്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും, BSLP കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി BSc പ്രോസ്റ്ററ്റിക് ആൻഡ് ഓർത്തോട്ടിക്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ +2
ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോളജിക്ക് പകരം മാത്തമാറ്റിക്സ് ഈ വിഷയങ്ങളിൽ ഓരോന്നിനും 50% മാർക്ക് വേണം. പിന്നെ ഓരോ വിഷയവും പാസ്സായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് BSc പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് അതിനനുസരിച്ച് മാർക്കിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളതിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. എലിജിബിലിറ്റി ആയിട്ട് അടുത്ത് വരുന്നത് ഏജാണ്. 2026 ഡിസംബർ 31 17 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ BSc നഴ്സിംഗിൻ്റെ ഉയർന്ന പ്രായപരിധി 35 വയസ്സ് വരെയാണ്. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ചാൻസ് തരുന്നതായിരിക്കും. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയമാണ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. 300 മാർക്സിനാണ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾ കൊടുത്ത ഓരോ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യും. എന്നിട്ട് കറക്റ്റ് ആണെന്ന് കണ്ടാൽ അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവും. 2 റാങ്ക് ലിസ്റ്റാണുള്ളത്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും. ദെൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയതിനു ശേഷം ഓരോ അലോട്ട്മെൻ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാണ്ട് ടൈം തരുന്നതായിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് കോളേജും കോഴ്സും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ ടൈം എടുത്ത് തന്നെ എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും ഒക്കെ കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇതിനെപ്പറ്റി വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ ചോദിക്കണം. എല്ലാവർക്കും താങ്ക് യു.